പ്രിയപ്പെട്ടവരെ, ബഹുമാനനും ആദരണീയമായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതൻ ഹക്കീം ഫൈസി ആദർശേരി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യൂത്ത് മാർച്ചിനെ അഭിവാദ്യം ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. ഒരു മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഹക്കീം ഫൈസിയെപ്പോലെ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. എത്രയോ മണിക്കൂറുകളോളം കാത്തു നിന്നുകൊണ്ട് ഇന്ന് തവനൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാർച്ചിനെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച. ഈ ജാഥ എത്തുന്നതിന് വേണ്ടി എത്രയോ മണിക്കൂറുകളോളമാണ് അദ്ദേഹം കാത്തു നിന്നത് എന്നുള്ളത്, എത്രയോ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിന് ഉടമയായിട്ട് പോലും ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ജാഥയ്ക്ക് വേണ്ടിയിട്ട്, ജാഥ എത്തുന്നതിന് വേണ്ടി അദ്ദേഹം കാത്തു നിന്നു എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമാണ്, മാതൃകാപരമാണ്. അദ്ദേഹം ജാഥയുടെ നായകന്മാരായിട്ടുള്ള ഷെരീഫ് കുറ്റൂരിനെയും അതുപോലെ തന്നെ മുസ്തഫ അബ്ദുൽ ലത്തീഫിനെയും ബാവ വിശപ്പടിയെയും ഒക്കെ പച്ച ഷാൾ അണിയിച്ചുകൊണ്ട് അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവരുടെ ബാക്കിലുണ്ട്. അവർക്കെല്ലാവർക്കും വളരെ സന്തോഷം പകരുന്ന, വളരെ ഉന്മേഷം നൽകുന്ന, വളരെ ഊർജം പകരുന്ന ഒരു പ്രവർത്തനമാണ് ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഹക്കീം ഫൈസി ആദർശേരിയിൽ നിന്ന് ഉണ്ടായത്. വളരെ മാതൃകാപരമാണ്. ഹക്കീം ഫൈസി ഇത്തരത്തിൽ മാതൃകാ പ്രവർത്തനം ചെയ്ത ഹക്കീം ഫൈസി ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അതിലുപരിയായിട്ട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. ഖായിദെ മില്ലത്തിൻ്റെയും സിദി സാഹിബിൻ്റെയും ആശയങ്ങൾ രാജ്യത്താകമാനം വ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഹക്കീം ഫൈസി ആദർശേരി ജാഥാ നായകനെ ഹസ്തദാനം ചെയ്തുകൊണ്ടും ഷാളണിയിച്ചുകൊണ്ടും അവിടെ ഹൃദയത്തോടു കൂടി ചേർത്ത് വെക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. അതുപോലെ തന്നെ ജാഥാ നായകനും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റുമായിട്ടുള്ള ഷെരീഫ് കുറ്റൂരിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അദ്ദേഹം ഇതിൽ എത്രമാത്രം സന്തോഷവാനാണ് എന്ന് എല്ലാവർക്കും ഇത് കാണാനാകും. അവരെല്ലാവരും ഹക്കീം ഫൈസിയെ കണ്ട ഉടനെ തന്നെ ജാഥാ നായകനായിട്ടുള്ള ഷെരീഫ് കുറ്റൂർ ഹക്കീം ഫൈസിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സന്തോഷം കൊണ്ട് ജാഥാ നായകനും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻറ്റുമായിട്ടുള്ള ഷെരീഫ് കുറ്റൂർ വളരെ സന്തോഷവാനായിരുന്നു എന്നുള്ളതാണ്. ഉന്നതനായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ, എന്നും ആദർശത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന, ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിക വിദ്യാഭ്യാസ രീതിയും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ രീതിയുമൊക്കെ ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത മാതൃകാ വിദ്യാഭ്യാസ പ്രവർത്തകൻ, ഇസ്ലാമിക പണ്ഡിതനൊക്കെ ആയിട്ടുള്ള ഹക്കീം ഫൈസിയെ കണ്ട ഉടനെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റ്, ജില്ലാ പ്രസിഡൻറ്റ് ഷെരീഫ് കുറ്റൂർ, ജാഥാ നായകൻ സന്തോഷം കൊണ്ട് വാരിപ്പുണരുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെല്ലാവരും അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച കൂടി നമുക്കെല്ലാവർക്കും കാണാനായി. അതുപോലെ തന്നെ അദ്ദേഹവും വളരെയധികം സന്തോഷവാനായിരുന്നു. കാരണം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി രാജ്യത്ത് പിന്നോക്ക ന്യൂനപക്ഷ ദലിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഖായിദെ മില്ലത്തും സിദി സാഹിബും ഒരുമിച്ച് കൊണ്ട് ഉണ്ടാക്കിയ ഈ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാലത്തും പിന്തുണയും ആശീർവാദങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചുട്ടുപൊള്ളുന്ന ആ ഒരു വെയിലത്തും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ജാഥയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ആ ജാഥയ്ക്ക് അഭിവാദ്യവും പിന്തുണയും ആശീർവാദവും അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തി. അദ്ദേഹത്തിന് ഈ ജാഥ എത്തുന്നതിന് വരെ എത്രയോ മണിക്കൂറുകളോളം അദ്ദേഹം കാത്തിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് ഈ ജാഥയോടും ഈ പാർട്ടിയോടുമുള്ള ഒരു ഐക്യദാർഢ്യവും സ്നേഹവുമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ പിന്തുണയും പ്രാർത്ഥനയും ആശീർവാദവുമുള്ള ഈ ജാഥ ഒരു വമ്പിച്ച ഒരു വിജയമായി തന്നെ ഇവിടെ മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള മാതൃകാ ഇസ്ലാമിക പണ്ഡിതരാണ് എന്നും ഇവിടെ ആവശ്യമുള്ളത്. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ഇവിടെ മുന്നോട്ട് പോകണമെന്നും ആ മുസ്ലിം ലീഗിലൂടെ മാത്രമേ ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ
വേണ്ടിയുള്ള പോരാട്ടമുണ്ടാകുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഹക്കീം ഫൈസി ആദർശേരിയെപ്പോലുള്ളവർ, അദ്ദേഹം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൽ തന്നെ അംഗത്വമെടുത്തുകൊണ്ട് ആ സ്നേഹവും സാഹോദര്യവും എന്നും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇന്ന് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രൗഢഗംഭീരമായുള്ള ജാഥയ്ക്ക് അല്ലെങ്കിൽ ഒരു യൂത്ത് മാർച്ചിന് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ജാഥ നായകർക്ക് ഷാൾ അണിയിക്കുകയും പച്ച ഷാൾ തന്നെ അണിയിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിയിൽ അടിയുറച്ച് മുന്നോട്ട് പോകും എന്നുള്ള ഒരു സൂചനയും അദ്ദേഹം ഒരു അടിയുറച്ച മുസ്ലിം ലീഗുകാരനാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായത്, അതിലൂടെയെങ്കിലും ബോധമില്ലാത്തവർക്ക് ബോധമുണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഇത്തരത്തിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച ഹക്കീം ഫൈസി ആദർശേരിക്ക് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. താങ്കൾ എന്നും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനോടൊപ്പം അടിയുറച്ച് മുന്നോട്ട് പോകാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്നും, താങ്കളുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മേഖലയിലും താങ്കളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി വിജയകരമായി മുന്നോട്ട് പോകാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ പിന്തുണയും എല്ലാ കാലത്തും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.